ഇന്നലെ ഞാൻ എവിടെ കിടന്നതല്ലേ? കാണണോ? യെസ്, ഇന്നലെ ഞാൻ കിടന്ന സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. കണ്ടു നോക്കിയത് എവിടെയാണെന്നുള്ളത്. ഇത് ഒരു കീട്ടിലെ സ്ഥലമാണ്. ഇത് 2 മലകൾക്ക് ഇടയിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. നോക്കിക്കേ എങ്ങനെയുണ്ട്. 2 മലകൾക്കിടയിലുള്ള ഒരു കിടിലൻ സ്ഥലം. ഇവിടെ ഇന്നലെ ഒരു ക്രൂസ് ഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ വന്ന സമയത്ത് രാത്രിയിൽ ഓക്കെ ആജാതി സെറ്റപ്പാണ് ഈ സ്ഥലം. ഒരു ചെറിയൊരു നഗരം കണ്ടില്ലേ, ഈ കാണുന്ന ഇത്രയും കെട്ടിടങ്ങൾ മാത്രമുള്ള ഒരു ചെറിയൊരു നഗരം എന്ന് പറയാൻ പറ്റത്തില്ല. ഏകദേശം 200 കിലോമീറ്റർ ഹോഫൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുനിന്ന് വണ്ടി ഓടിച്ചാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പോൾ അത്രയും ചെറിയ ഒരു സ്ഥലം ഒന്ന് ആലോചിച്ച് നോക്കുക. അത്രയും ദൂരെയൊക്കെ ആൾക്കാർ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ദാറ്റ് ഈസ് റിയലി എ ഗ്രേറ്റ് തിങ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ഇന്നലെ താമസിച്ചത്. ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നലെ രാത്രി ഇവിടെ ക്രൂസ് ഷിപ്പൊക്കെ കണ്ട് കിടന്നുറങ്ങി. പക്ഷേ രാവിലെ എഴുതി നോക്കിയപ്പോൾ ക്രൂസ് ഷിപ്പ് കണ്ടില്ല. എനിക്ക് തോന്നുന്നത് രാത്രി തന്നെ പോയെന്ന് തോന്നുന്നു. ഇവിടെ അത്യാവശ്യം ചൂടാണ്. ചൂടായതുകൊണ്ടാവാം രാത്രിയിലൊക്കെ ഞാൻ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വേർക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ സ്ലീപ്പിംഗ് ബാഗിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടൊക്കെയാണ് ഞാൻ നടന്നത്. ഇവിടെ നമുക്ക് ചൈനീസ് വൻമതിലൊക്കെ പോലെ തന്നെ ഒരു വോള് പോലെ സംഭവങ്ങളൊക്കെ പണിതിരിക്കുന്നതാണ് ഈ മലയുടെ താഴ്വാരത്തായിട്ട്. അതെന്താണ് സംഭവം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ ഇന്നലെ വരുമ്പോഴും കണ്ടായിരുന്നു. ഇതെന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്തോ ഒരു ഭിത്തി പോലെ, വലിയൊരു ഭിത്തി. ചിലപ്പം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഉരുളുപൊട്ടലോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നൊരു സംഭവമായിരിക്കാം. എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും സംഭവം പൊളിയാണ്. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാനിപ്പോൾ ഉള്ളത് ഐസ്ലാൻഡിലാണ് സുഹൃത്തുക്കളെ. ഐസ്ലാൻഡിൽ ഞാനൊരു റോഡ് ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ തോറയുടെ ഹോട്ടൽ. തോറ എന്ന് പറയുന്നത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലൊക്കെ ഒരു ഹോം സ്റ്റേ നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അവരിവിടത്തുകാരിയാണ്, ഐസ്ലാൻഡുകാരിയായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് മനോഹേട്ടൻ ഉണ്ടല്ലോ ഇവിടെ, മനോഹേട്ടൻ വഴി കണക്ട് ചെയ്താണ് ഞാൻ തോറയുടെ അടുത്തേക്ക് വന്നത്. തോറയാണ് ഇന്നലെ രാത്രി എന്നെ ഇവിടെ ഹോസ്റ്റ് ചെയ്തത്. ഈ മഞ്ഞ കളറിലെ ബിൽഡിംഗ് ആണ് അവരുടെ ഹോസ്റ്റൽ. അപ്പോൾ അവിടെ താഴെ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ കിടന്നുറങ്ങിക്കോ, എന്നിട്ട് ഹോസ്റ്റലിലെ വാഷ്റൂം ഒക്കെ യൂസ് ചെയ്യാം നിനക്ക് എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ തോറയോട് ബിഗ് താങ്ക്സ് ടു തോറ. ഇനി ഞാൻ തോറയെ കൊച്ചി വരുമ്പോൾ കാണുന്നതായിരിക്കും. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായി, പല്ലൊക്കെ തേച്ച് ഷേവൊക്കെ ചെയ്ത് കുട്ടപ്പനായി. ഇനിയിപ്പോൾ പാറടി നമുക്ക് തോറ മേടത്തോട് ഒരു ബൈ പറഞ്ഞിട്ട് പോകാം അല്ലേ. അയ്യോ, എൻ്റെ ബെഡ്റൂം കലവിലയായേ. എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെ നിരത്തി വലിച്ചിട്ടിരിക്കുകയാണ്. ഡ്രോണും മറ്റതും സാധനങ്ങളും. എനിക്ക് കുറച്ച് പണിയുണ്ട്. ലെറ്റ് മീ ഫിനിഷ് സം ഓഫ് മൈ വർക്ക് ആൻഡ് വി ഗോ. വണ്ടർഫുൾ കച്ചറേ ഗൈസ്. നമ്മുടെ തോറനെ പറ്റി ഇവിടുത്തെ ഏതൊരു ഐസ്ലാൻഡ് പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. എനിക്ക് തോന്നുന്നു യാത്രകൾ ചെയ്യുന്ന തോറ എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു. ഇത് കസാക്കിസ്ഥാനിലെയാണ്, ഇത് കേരളത്തിലെയാണ്. നമ്മുടെ ഓട്ടോറിക്ഷ ഫോർട്ട് കൊച്ചി KL7 അങ്ങനെ ഇവരുടെ സ്റ്റോറി എല്ലാം കൂടെ വെച്ചിട്ട് ചെയ്തിരിക്കുന്നൊരു ഫീച്ചറാണെന്ന് തോന്നുന്നു. പിന്നെ ഇവരെ പറ്റിയുള്ള കുറേ സംഭവങ്ങൾ ഇവർ തന്നെ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നൈസ് അല്ലേ? അപ്പോൾ ഇറ്റ്സ് ടൈം ഫോർ ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് കുറച്ച് പണിയുണ്ട്. ഒരു ചായ അത് ഇവിടെ നിർത്താണ്. പിന്നെ ഇത് ഞാൻ മാറ്റേണ്ടതാണ്. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. കപ്പ് മറ്റേ കേക്കില്ലേ. Good morning. Good morning. How are you? I'm good. Yeah, I slept well. It was nice. Like the weather is really good. It's kind of hot here. Hot? Yeah, compared to the last 2 nights, it was kind of hot here. The weather is really nice today. It's super. Is it windy? Yeah, it's windy. It was windy yesterday also, but it's cool. Are you born here? Yeah. In this town? Yeah. Oh, nice. How come you reached Fort Cochin? I went with a friend first. Oh, come in. I'm cold. Okay, okay. Coffee? No, I just had a tea. Thank you. Oh, you tea, of course. Oh, yeah. Of course. Oh. It's the same Sunas left. You would have loved to meet him. He left yesterday. Uh-huh. You know Sunas? Have you heard about him? Yeah, my friend told that there is someone here, but I don't know. This is Indian made. Oh, is this your bathroom? Oh my god, it's Have a look. it's nice. It's nice. അടിപൊളി. ഇവരുടെ വീട് രക്ഷയില്ല കേട്ടോ. ഭയങ്കര കളക്ഷൻസ് ആണ്. ഇത് കണ്ടോ, കുറേ ബുക്സ്, CD ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഭീര സെറ്റപ്പാണ്. ഇവർക്ക് സീക്രട്ട് ഗാർഡൻ എന്നും പറഞ്ഞുകൊണ്ടൊരു ഹോം സ്റ്റേ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ കാണുന്നത് ഫോർട്ട് കൊച്ചിയിൽ. ഇത് ഇവിടുത്തെ ഹോം സ്റ്റേ ആണ് ഈ കാണുന്നത്. നോക്കിയേ,
ഈ കാണുന്ന മനോഹരമായിട്ടുള്ള മലകൾക്ക് സമീപത്തുള്ള ഇവിടുത്തെ ഹോം സ്റ്റേ. So thank you so much Thora for hosting me. Thank you for coming. Do come to my house when you come to Cochin next time. You send me a message. Yeah, sure. Okay. See you. റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഇവിടെ ഒരു ഈച്ച പോലത്തെ ഒരു സാധനമുണ്ട്. ഈ ഈച്ച വന്ന് വണ്ടിയുടെ ഫ്രണ്ട് മൊത്തം ഇങ്ങനെ അടിച്ച് ഗ്ലാസ്സേ മൊത്തം പാടായിട്ടുണ്ട്. ഗ്ലാസ്സേ മാത്രമല്ല, വണ്ടി മൊത്തത്തിൽ പാടാം. വണ്ടി എവിടെ നോക്കിയാലും ഫുള്ള് ഈച്ച അടിച്ച പാടാം. രക്തം അടിച്ച് ഈച്ചയുടെ രക്തമാണ്, കണ്ടില്ലേ വണ്ടിയുടെ ഫ്രണ്ടിൽ മൊത്തം കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? നോക്കി കണ്ടോ, ഈച്ചയുടെ രക്തം. അങ്ങനെ ഈച്ച രക്തത്തിലാണ് ഞാനിവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഈച്ച പോലത്തെ അല്ല, ഇത് വേറെ എന്തോ ടൈപ്പ് ഈച്ചയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നാരങ്ങ വാങ്ങിച്ചായിരുന്നു. വാങ്ങിച്ച നാരങ്ങ വെച്ച് ഞാൻ വെള്ളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഉപ്പിട്ട നാരങ്ങ വെള്ളം. നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവിടെ നോക്കാം. ഇതാണ് നാരങ്ങ കേട്ടോ, വലിയ നാരങ്ങയായിരുന്നു. ഇതിൻ്റെ അരമുറി പിഴിഞ്ഞിട്ടാണ് ഞാൻ ഈ 1/2 ലിറ്ററിൻ്റെ ഈ ഒരു കുപ്പി വെള്ളത്തിന് സെറ്റാക്കിയത്. 2 കുപ്പി വെള്ളം നാരങ്ങ വെള്ളം ഞാൻ സെറ്റാക്കി. തോറയുടെ വീട് അടിപൊളി ഒരു ലൊക്കേഷനിലായിരുന്നു, അവിടെയാണ് താമസിച്ചത്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇവിടെ നിന്ന് മല കയറി വേണം പോകാനായിട്ട്. മല കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഈ കാണുന്ന മല ഉണ്ടല്ലോ, ഈ മല മൊത്തം ഇറങ്ങിയാണ് വന്നത്. എന്നാലും ഇത് എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒരു വലിയൊരു ഭിത്തി പോലെ പണിതിട്ടിരിക്കുന്നത് എന്ത് സംഭവമായിരിക്കുന്നത്, ഇതെന്താണെന്നറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഈ പറഞ്ഞ പോലെ എന്തോ മല ഉരുണ്ട് വരുമ്പോൾ പ്രതിരോധിക്കാനോ കാറ്റ് പ്രതിരോധിക്കാനോ അങ്ങനെ എന്തോ ഒരു സെറ്റപ്പാണ്. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. അത് ഈ പറഞ്ഞ പോലെ കോൺക്രീറ്റ് കല്ല് വെച്ചിട്ടാണ് ആ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഇന്നത്തെ യാത്ര നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ഇന്നിനിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോവാ, അത്രേ ഉള്ളൂ. സ്കൈ നല്ല ക്ലിയർ ആട്ടോ, നല്ല ക്ലിയർ സ്കൈ ആണ്. നല്ല അതിൻ്റെ മേളിൽ കൂടെ വിമാനമൊക്കെ പോകുന്ന കാണാം. ഒരു മനുഷ്യനില്ല ഈ വില്ലേജിലൊന്നും, കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ. ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ഒരു പള്ളി കണ്ടില്ലേ, എല്ലാ ഇതുപോലെയുള്ള വില്ലേജിലും ഇതുപോലത്തെ ഒരു പള്ളി കാണും. അതെല്ലാം ഓൾമോസ്റ്റ് ഒരേ ഷേപ്പൊക്കെ തന്നെയായിരിക്കും. കൊള്ളാം അല്ലേ, നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഭയങ്കര രസമുള്ളൊരു സ്ഥലം, ഒരു ചെറിയൊരു ഗ്രാമമാണ്. ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നേരത്തെ എന്നാലും ഇവിടെ ഈ ചെറിയൊരു ഗ്രാമത്തിൽ ക്രൂസ് ട്രിപ്പൊക്കെ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടതാണേ. ആ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കി ജില്ലാ കളക്ടർ, അതായത് ഇടുക്കിയിൽ ധാരാളം ആളുകൾ ഓഫ് റോഡ് ചെയ്യുന്നുണ്ട്. കാരണം ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയ ഇഷ്ടംപോലെ സ്ഥലങ്ങളുള്ള സ്ഥലമാണ് ഇടുക്കി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തോ ഓഫ് റോഡ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അപകടങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ ഇടുക്കി ജില്ലാ കളക്ടർ ഒരു ഉത്തരവ് അങ്ങ് പുറപ്പെടുവിച്ചു, ഓഫ് റോഡിങ് അങ്ങ് നിരോധിച്ചു. ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ എന്തോ മണ്ടത്തരമൊക്കെയാണല്ലേ കാണിക്കുന്നത്. ചേട്ടാ ഇതൊക്കെ നോക്കണേ, ഇവിടെ ഒരു ക്യാമറമാൻ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെ മോട്ടോർ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ ഈ രാജ്യത്തെ കളക്ടർ അങ്ങോട്ട് പറയുമോ മോട്ടോർ ഹോം നിരോധിച്ചെന്ന്? പക്ഷേ ഒരു കുറച്ച് ലോജിക്ക് വേണ്ടേ? ഒരു നാട്ടിൽ ടൂറിസം വളരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരണ്ടേ? നിങ്ങൾ ഓഫ് റോഡ് ടൂറിസം പ്രൊമോട്ട് ചെയ്യുക, അതിന് വേണ്ട മാനദണ്ഡങ്ങൾ വെച്ച്, അതിന് വേണ്ട റൂൾസ് വെച്ച്, ഇല്ല അതിന് വേണ്ട പ്രോട്ടോക്കോളൊക്കെ വെച്ച് അത് ചെയ്യുക. അതിനെ കുറച്ച് ആൾക്കാരെ അങ്ങ് ഏർപ്പെടുത്ത്, അല്ലെ ഏർപ്പാടാകുക. അതൊന്നും വയ്യ, പണിയെടുക്കാൻ വയ്യ. എന്തെങ്കിലും സംഭവിച്ച ഉടനെ അങ്ങ് നിരോധിച്ചോണം. സത്യം പറഞ്ഞാൽ ഉളുപ്പുണ്ടോ? എനിക്ക് കളക്ടറോടല്ല ചോദിക്കേണ്ടത്, വേറെ ആരോടല്ല ചോദിക്കേണ്ടത്. ഈ മന്ത്രിമാരൊക്കെ ഇടപെട്ട് ഇതുപോലെയുള്ള ടൂറിസം, ഓരോ നാട്ടിലൊക്കെ ആൾക്കാർ ടൂറിസം ചെയ്ത് വഴികൾ ഒന്നുമില്ലാതെ കിടക്കുന്ന ഒരു ചെറിയൊരു ഗ്രാമമാണ്. ഇവിടെ എന്തോരോ ആൾക്കാരാണ് വരുന്നതെന്നറിയോ? എന്തുണ്ടായിട്ടാണ് ഇവിടെ കുറേ വെള്ളവും പിന്നെ കുറേ വീടുകളും. നമ്മുടെ അവിടെ എന്തോരം റിസോഴ്സസ് ഉണ്ട്, നമ്മൾ എന്ത് തേങ്ങ ചെയ്യുന്നുണ്ട്. ഈ സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നുണ്ട്. ആ വാർത്ത കണ്ടിട്ട് ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയി. ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ് കണ്ടില്ലേ. ഇവിടുത്തെ വീടുകളൊക്കെ ഈ ബേസ്മെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ കോൺക്രീറ്റ്, ബാക്കിയുള്ളതൊന്നും കോൺക്രീറ്റ് ഉണ്ടാവില്ല. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ ഫാബ്രിക്കേറ്റഡ് വീടുകളായിരിക്കും. അതായത് ഈ പറഞ്ഞ പോലെ പൊളിച്ച് മാറ്റാവുന്നതും വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും അങ്ങനെയൊക്കെയുള്ള വീടുകളായിരിക്കും. ഇവിടെ റെയിൻബോ കളറിൽ ടൈലുകൾ വിരിച്ച ഒരു റോഡ്, പിന്നെ ഇതൊക്കെ ഗ്രാഫിറ്റിയൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന കുറച്ച് കെട്ടിടങ്ങൾ, വീടുകൾ. അതിനിടയ്ക്കൊക്കെ നിന്ന് ആളുകൾ ഫോട്ടോ എടുക്കുന്നു. ഇതൊക്കെ തന്നെയുള്ളൂ ഇവിടെ കാണാൻ. ഇതൊക്കെ കാണാനാണ് ആൾക്കാർ വരുന്നത്, കണ്ടില്ലേ. ഇതൊരു ഫാർമസിയാണ്, നോക്കിയേ, ഇതൊരു ഫാർമസി. ഇതൊരു ബിയർ പാർലറാണെന്ന് തോന്നുന്നു. ബിയറിൻ്റെ സംഭവങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നത്. എനിക്ക് ആ ട്രക്കുകൾ, ഇവിടെ ഒരു പോർട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. എനിക്ക് തോന്നുന്നു ആ പോർട്ടിലേക്ക് എന്തെങ്കിലും കപ്പൽ വല്ലതും വരുന്നുണ്ടാവും. അതിൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന അടിപൊളി ട്രക്കുകളാണ്, സ്കാനിയുടെ ട്രക്കുകളാണ് കാണുന്നത്. വാവ്, ഹോട്ടൽ അൽദാൻ. ഇതിൻ്റെ മേളിൽ ഹോട്ടലും ഉണ്ട്, താഴെ റെസ്റ്റോറൻറ്റും ഉണ്ട്. പിന്നെ ഈ നാട്ടിലെ ഏക സൂപ്പർ മാർക്കറ്റാണ് ആ കാണുന്നത്. നല്ല ഏഷ്യൻ മണം. സൂഷി ബാർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. നല്ല നല്ല മണം. എന്ത് ഭംഗിയല്ലേ സ്ഥലമൊക്കെ കാണാനായിട്ട്. ഒരു മനുഷ്യനുമില്ല, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അല്ലേ.
ആ വെള്ളമൊക്കെ ആണെങ്കിലും നോക്കിയേ എന്ത് നീറ്റാണ്, എന്ത് ക്ലീനാണ്. പരിസരമൊക്കെ ആണെങ്കിലും നോക്കി എത്ര വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഞാനിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാൻ വേണ്ടി വന്നതാണേ. അതായത് ഇവിടെ ഒരു ഇതിനകത്ത് ഫ്രീ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ടോ, എക്സ്പയർഡ് ഓർ ഓൾഡ് ബട്ട് സ്റ്റിൽ ഗുഡ്. അതായത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാലും ഇതൊക്കെ കഴിക്കാൻ പറ്റും എന്നാണ് എഴുതിയിരിക്കുന്നത്. കണ്ടില്ലേ, ഫ്രീ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ചിരിക്കുകയാണ് കുറേ സാധനങ്ങൾ. എന്തൊക്കെയല്ലേ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാലും കളയാൻ പാടില്ല, ചുമ്മാ കളയുന്നതിലും ഭേദം ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് എഴുതി വെക്കുന്നൊരു നല്ലൊരു ആശയം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഈ സാധനം എന്ത് ടേസ്റ്റാണെന്നറിയോ, ഐസ്ലാൻഡിക് കുക്കുംബറാണ് ഈ സാധനം. എന്ത് ടേസ്റ്റാണെന്നറിയോ, ചുമ്മാ വെറുതെ കഴിക്കാം. പിന്നെ ഒരു പാലക്കാണെന്ന് തോന്നുന്നു, സ്പിനാച്ചിൻ്റെ റോൾ. ഇവിടെ ഈ മലയിലൂടെ പോകുമ്പോഴത്തേക്കിനും നമുക്ക് ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഈ കാണുന്ന റോഡിൻ്റെ സൈഡിൽ അവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടുപോകും. എങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെയാണോ വെള്ളം വരുന്നത് അല്ലേ? എന്തൊക്കെ അടിപൊളിയായിട്ടാണ് വെള്ളങ്ങൾ വരുന്നതെന്നറിയോ, എത്ര കിടിലം വെള്ളച്ചാട്ടങ്ങളാണെന്നറിയോ ഇവിടെ. ഒരു രക്ഷയില്ല. ഇതൊരു ചെറുത്, ഇതിൻ്റെ അപ്പുറത്തെ വലുതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ, ഇനിയുണ്ട് കുറേ കാണാൻ. ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ വണ്ടി നിർത്തിയിട്ട് കണ്ട മലയുടെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ മേളിൽ വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കുവാന്നേ. എൻ്റെ കഷ്ടമാണെന്നറിയോ, കഷ്ടമല്ല, ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ രീതികളെന്ന് പറയുന്നത്. എവിടെയെങ്കിലും ഒരു വെള്ളച്ചാട്ടമോ എന്തെങ്കിലും ഒരു ട്രക്കിംഗ് പാത്തോ എന്തെങ്കിലും സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ അങ്ങ് കയറും വണ്ടി ഇട്ടിട്ട്. പിന്നെ ഇവർ നടത്തമായിരിക്കും പരിപാടി. നമ്മളൊക്കെ അല്ലേ കുറച്ച് ദിവസം കൊണ്ട് ഐസ്ലാൻഡ് ട്രിപ്പ് അടിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാർ അല്ലെങ്കിൽ വേറെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ വണ്ടി എടുത്തിട്ട് ഒരു മാസത്തേക്കൊക്കെ ആയിരിക്കും ട്രിപ്പ് അടിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു ദിവസം അധികം ഒന്നും ഓടിക്കത്തില്ല, കുറച്ചൊക്കെ ഓടിക്കത്തുള്ളൂ. അല്ലെ ഒരു സ്ഥലത്ത് തന്നെ 2-3 ദിവസമൊക്കെ നിന്ന് നമ്മളിങ്ങനെ ഫുള്ള് കാണുക ഓടുക അതല്ലേ നമ്മൾ ചെയ്യുള്ളൂ. അമ്മാരി റോഡ് പണിത് വെച്ചിരിക്കുന്നത് കാണുമ്പോഴത്തേക്കിനും സത്യം പറഞ്ഞാൽ പേടിയാവും. ഇത് നോക്കിയേ, ഇത് താഴെ ആ മല, ഈ 2 മലയുടെ ഇടുക്കിലേക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗംഭീര റോഡാട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ വല്ലതും മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്കിത് കാണുമ്പോൾ പേടിയാവുന്നു. എന്ത് ഇറക്കത്തിലാണ് റോഡ് പണിത് വെച്ചിരിക്കുന്നത്. അയ്യോ, റോഡിനാണെങ്കിൽ ഒരു കൈവരി പോലും ഇല്ല. ഞാനേ ഒരു ക്യാനിയോൺ കാണാൻ വേണ്ടി പോവാം. ഇവിടെ ഒരു ക്യാനിയോൺ ഉണ്ട്. ഞാൻ പോകേണ്ട ഹൈവേന്ന് ഒരു 10-25 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി വേണം പോകാനായിട്ട്. പോകുന്ന വഴിക്ക് ഇവിടെ കുറച്ച് ബാഡ് റോഡുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് വലിയൊരു കൊക്കയാണ് ഇതിൻ്റെ താഴെ. അതിൻ്റെ അപ്പുറത്തെ മലയാണ് ആ കാണുന്നത്, കണ്ടില്ലേ? ഞാനിപ്പോൾ ഉള്ള മല ഒന്ന്, അതിന് താഴെ വേറെ കൊക്ക, അതിൻ്റെ അപ്പുറത്ത് വേറെ മല. ആ മലയിൽ മറ്റേ ഇവിടെ എല്ലാം ഉള്ള പോലെ തന്നെ മറ്റേ പുല്ലിൻ്റെ കൃഷിയുടെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ വീണ്ടും എനിക്ക് കുറച്ച് ബാഡ് റോഡ് കിട്ടിയിരിക്കുകയാണ് ഇവിടെ. ബാഡ് റോഡ് എന്ന് പറഞ്ഞാൽ ഗ്രേവൽ റോഡാണ്, ഗ്രേവൽ. ഫൈനലി ആ പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലുള്ള വണ്ടി ഓടിച്ച് ഞാൻ ആ ക്യാനിയുണ്ട് അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഓ, ഇവിടെ ഒരു കഫേ ഒക്കെ ഉണ്ട്, വലിയ തിരക്കില്ല. എനിക്ക് വണ്ടി ഓടിച്ച് മടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ സീറ്റ് ഇച്ചിരി പ്രശ്നമാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ സീറ്റ് പൊസിഷൻ വലിയ ഗുണമില്ല. ഇത് ബേസ് വേരിയൻ്റ് അല്ലേ, അപ്പോൾ അതിൻ്റെ സീറ്റിങ്ങിൻ്റെ പൊസിഷൻ വലിയ ഗുണമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും ഇവിടെയൊക്കെ അങ്ങ് വേദനയ്ക്കും. 2 ദിവസമായിട്ട് വണ്ടി ഓടിച്ചിട്ട് എനിക്ക് ഭയങ്കര വേദനയാണ് അവിടെ ഇവിടെയൊക്കെ. ക്യാനിയൺ കാണാൻ പോകാനായിട്ട് കാറ്റുണ്ട്, ഹൂഡി എടുത്തിടാം. എൻ്റെ ലാപ്പാണ് ഈ ഒരൊറ്റ ഹൂഡിയുള്ളത്. അതാണ് നിങ്ങൾ എല്ലാ ദിവസവും ഈ വീഡിയോയിൽ ഈ ഹൂഡി കാണുന്നത്. ഇവിടെ ഒരു വലിയൊരു പാർക്കിംഗ് ഏരിയ, അവിടെ ഒരു കോഫി ഷോപ്പ്, പിന്നെ മറ്റേ WC സംഭവങ്ങളൊക്കെ ഉണ്ട്. WC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റ്. പിന്നെ ഇവിടെ ഈ കാണുന്ന വഴി കൂടെ വേണം നമുക്ക് ക്യാനിയണിലേക്ക് പോകാനായിട്ട്. പണ്ട് ലാവ ഒഴുകി വന്ന് ആ സമയത്ത് ഉണ്ടായിരുന്ന പാറക്കഷ്ണങ്ങളൊക്കെ പിന്നീട് വെള്ളമായി പോയപ്പം പെട്ടെന്ന് വെള്ളം വന്നപ്പം അത് ബസാൾട്ട് കോളംസ് ആയെന്നും അങ്ങനെ പെട്ടെന്ന് തണുത്തെന്നും അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പേര്, സ്റ്റുഡ്ലാഗിൽ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഈ കാണുന്ന പടികളിൽ, ഓ മൈ ഗാഡ്, ഇത് അത്യാവശ്യം ഇറങ്ങി പോകണം കേട്ടോ താഴേക്ക്. ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവർ അത്രയും ഓർഗനൈസ്ഡാണ് പരിപാടികൾ. അത് നോക്കിയാൽ കുഴി കണ്ടോ അവിടെ, അങ്ങോട്ടേക്കാണ് നമ്മൾ ഇറങ്ങി പോകുന്നത്. അവിടെ താഴെ പോയി നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഒരു 100-500 പടി ഉണ്ടാവും താഴേക്ക്. ഇത് താഴെ ഇറങ്ങി പോകണം, തിരിച്ച് കയറി വരണം. പക്ഷേ വെൽ മെയിൻറ്റൈൻഡ് ആട്ടോ. 2 സ്ഥലത്തൊന്നും, ഇതൊരു നദിയാണ്, ഈ നദിയുടെ 2 വശത്തൊന്നും ആൾക്കാർ വരുന്നുണ്ട് കാണാനായിട്ട്. ഇപ്പുറത്തെ ഭാഗമാണ് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പുറത്ത് ചുമ്മാ ജസ്റ്റ് ക്ലിഫ് പോലെ നിൽക്കുക.
എൻ്റെ ദൈവമേ, ഇതൊരു രക്ഷയില്ലട്ടാ. അവിടെ നടുക്കാൻ മലയുടെ മേളിലൊക്കെ ആൾക്കാർ കയറിയിരിക്കുന്നുണ്ടോ? ഇതൊക്കെ എങ്ങനെ നടന്ന് കയറി വരുന്നോ ആവോ? ഒരു പ്രാന്തന്മാരാട്ടാ. ഇതിങ്ങനെ നടക്കുകയാണ് ആൾക്കാർ 10-15 കിലോമീറ്റർ ഇങ്ങനെ ഈ മലയുടെ മേളിൽ കൂടെ ഇങ്ങനെ നടക്കും ആൾക്കാർ. ഓ, ഇതൊരു രക്ഷയില്ല. നോക്കി എന്തുന്നടി ഇത്, എൻ്റെ പൊന്നെ. എന്നാലും ലവന്മാരെങ്ങനെയായിരിക്കും മലയുടെ മേളിൽ കയറിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് ഒരു രക്ഷയില്ല കേട്ടോ. ഈ 2 മലയുടെ അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ആൾക്കാർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കണ്ടില്ലേ? ഇത് ഭയങ്കരം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇതെന്താ സംഭവം എന്നുള്ളത്? ഇത് കണ്ടില്ലേ ആ വെള്ളത്തിൽ ആ സ്റ്റോണിൻ്റെ ഷേപ്പ് നോക്കി, ഇത് രക്ഷയില്ല. ഈ സ്ഥലം ഇങ്ങനെ ഡ്രോണിലെടുത്ത് കാണണം, അപ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് ആ ഒരു സംഭവം മനസ്സിലാവുക. ഇതൊരു രക്ഷയില്ല കേട്ടോ. ഞാനിത് വന്നില്ലായിരുന്നെങ്കിൽ ഇത് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തേനെ. അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ എൻ്റെ ഡ്രോൺ നിൽക്കുന്നത്, ഞാൻ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് മലയുടെ ആ ഭാഗത്തായിട്ടാണ്. അവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് നല്ല അടിപൊളി കിടിലം വ്യൂ കിട്ടുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. ചിന്തല്ലേ, ദൂരെ നോക്കുമ്പോഴത്തേക്കിനും എന്തൊക്കെയോ പോലെ നിൽക്കുന്നു. ആ മേളിൽ കണ്ട പാർക്കിംഗ് ഇല്ലേ, ആ പാർക്കിങ്ങിൽ നിന്ന് താഴേക്കാണ് നമ്മൾ നടന്നു വന്നത്. ഇത് ഈ ഒരു നദി കംപ്ലീറ്റ് ഇത്തരത്തിൽ തന്നെയാണ് പരിപാടികൾ. ഓ, ഇത് രക്ഷയില്ല, പൊളി. ഓ, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നോക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ എല്ലാത്തിൻ്റെ മേളിൽ ആൾക്കാരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ ദൈവമേ, എങ്ങനെയൊക്കെയാണോ ഇത്, എന്താ സംഭവം ഇത്. ഞാനങ്ങ് താഴെ ആ നദിയുടെ സ്ഥലത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയി. അങ്ങനെ ഇറങ്ങി പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭിത്തി പോലെ നിൽക്കുന്ന ആ ഒരു സംഭവം ഇങ്ങനെ കാണുന്നത്. അതിങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ. ഓ, അത് രക്ഷയില്ല കേട്ടോ. എന്തോന്നടി ഇത്, ഇത് കണ്ടോ? ഇതിങ്ങനെ ഭിത്തി ഇങ്ങനെ ടെക്സ്ചർ വെച്ചിരിക്കുന്ന പോലെയാണ് കാണുന്നത്. ഓ, താഴെ ആൾക്കാരൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ അതിലൂടെയൊക്കെ നടക്കുകയാണ്. പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓ, ഇതൊക്കെ ഭയങ്കര ഇത് പ്രകൃതിയുടെ ഓരോരോ പരിപാടികളെന്നൊക്കെ പറയുന്നതേ ഭയങ്കര സംഭവമാണല്ലേ. എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് പ്രകൃതി ഇങ്ങനെ നമുക്ക് ഓരോരോ കാഴ്ചകൾ ഇങ്ങനെ സമ്മാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതേ ഒരാൾ ആ മലയുടെ മണ്ടക്കോട്ട് എങ്ങനെയൊക്കെയോ കയറിപ്പോകാൻ വേണ്ടി നോക്കുകയാണെന്ന് തോന്നുന്നു. ഇത് എന്താണ് ഈ പരിപാടി? ഇവരൊക്കെ ഭയങ്കര അഡ്വഞ്ചറസ് ആട്ടോ. നമ്മളൊക്കെ ഇങ്ങനെ മടി പിടിച്ച് പല സമയത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും ഇവരൊക്കെ ഭയങ്കര അഡ്വഞ്ചറസാണ്. ഇതൊക്കെ ഞാൻ ഈ ഡ്രോൺ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ശരിക്കും എടുക്കുന്നത്, മനസ്സിലായില്ലേ? ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അവിടെ താഴെ നടന്നിറങ്ങി പോകണ്ടേ. ഇതുപോലുള്ള കാഴ്ചകളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര സമയം പോവും. ഇതുള്ളതുകൊണ്ട് പരിപാടി എന്ത് എളുപ്പമായി നോക്കി. എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിച്ചില്ലേ? കിട്ടില്ല വിഷ്വൽസ് കിട്ടി കേട്ടോ. ഇഷ്ടം അടിപൊളിയായിരുന്നു. നല്ല കുറേ ഭംഗിയുള്ള വിഷ്വൽസ് കിട്ടി. ഇനി ഈ സ്റ്റെപ്പെല്ലാം കൂടെ മേളിൽ വലിഞ്ഞ് കയറണം. അയ്യോ ഐസ്ലാൻഡ് വന്നിട്ട് എങ്ങനെ വേലും തിരിച്ചു പോകുമ്പോഴത്തേക്കിനും ഒരു 10 കിലോ ഒന്നും കുറയത്തില്ല, ഒരു 3-4 കിലോ കുറയ്ക്കാം. കാരണം നല്ല വർക്കൗട്ടല്ലേ. കിതച്ച് അമ്മേ. നാരങ്ങാവെള്ളം ഉണ്ടാക്കിയെടുത്ത് എത്ര നന്നായി. ഇവിടെ വന്നു കഴിഞ്ഞാലേ ഞാൻ ഇപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പോകുമായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയില്ലല്ലോ. എല്ലായിടത്തും പാർക്കിംഗ് മെഷീൻ ഉണ്ടാവും. ആരും വന്ന് പാർക്കിംഗ് ഫീ കളക്ട് ചെയ്തൊന്നുമില്ല. നമ്മൾ അവിടെ പോയിട്ട് പാർക്കിംഗ് ഫീ പേ ചെയ്യണം. അതാണ് സംഭവം. ചിലയിടത്ത് ക്യാമറ വെച്ചിട്ടുണ്ടാവും, ചിലയിടത്ത് ക്യാമറ ഒന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മളവിടെ പോയി പാർക്കിംഗ് ഫീ പേ ചെയ്യുക. കാരണം ഇവിടെ ഒരു സ്ഥലത്തും എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞൊരു സംഭവമില്ല. കയറുന്നതിന് പൈസ ഒന്നുമില്ല, അതൊക്കെ ഫ്രീ ആണ്. പാർക്കിംഗ് ഫീ ആണ് എല്ലായിടത്തും ഉള്ളത്. ആ 1000 രൂപയാണ് എവിടെ കൊണ്ട് പാർക്ക് ചെയ്താൽ. എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു 700 രൂപ വരും 1000 ക്രോഡ എന്ന് പറയുമ്പോഴത്തേക്കും. എന്നിട്ട് പാർക്കിംഗ് ഫീ ഇടുക. എന്നിട്ട് അവിടെ ടോയ്ലറ്റ് ഫ്രീ ആയിരിക്കും, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും, ഫെസിലിറ്റീസ് ഉണ്ടാവും. പാർക്കിങ്ങിനാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ ഇടാൻ മറന്നുപോയായിരുന്നു, അത് വീട്ടിട്ട് വന്നു. എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷൻ ഇനി 120 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ്. ഈ 120 കിലോമീറ്റർ 1.5 മണിക്കൂർ കൊണ്ട് ഓടിയെത്തും. അതിനിടയ്ക്ക് ഇനി വേറൊന്നുമില്ല. അതായത് ചുമ്മാ ഇതുപോലുള്ള റോഡും സംഭവങ്ങളും മലകളും മാത്രമേ ഉള്ളൂ. ഈ 120 കിലോമീറ്ററിനിടയ്ക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാണാൻ നിർത്താം, അല്ലാതെ വേറൊന്നുമില്ല.
ഗായ്സ് നോക്കൂ ഗായ്സ്, ഈ കാണുന്ന റോഡ് കണ്ട, ഇതിങ്ങനെ സ്ട്രെയിറ്റ് 92 കിലോമീറ്റർ ആയി. 92 കിലോമീറ്റർ സ്ട്രെയിറ്റ്. ഒരു 10 കിലോമീറ്ററൊക്കെ പോകുമ്പോഴാണ് ഏതെങ്കിലും ഒരു വണ്ടിയൊക്കെ വരുന്നത് ഓപ്പോസിറ്റ് സൈഡൊക്കെ, അല്ലാതെ വേറെ ആരുമില്ല ഗൈസ്. ഫുൾ വിജനം, അതിവിജനമായ വഴികളിലൂടെയാണ് ഞാൻ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് വണ്ടി ഓടിച്ചേ ഉറക്കം വന്ന് വെറുതെ ഒന്ന് നിർത്തിയ, ഇത് ഫുൾ ഈച്ചയായി ഗൈസ്. ഈച്ച, എന്തോ ഈച്ച നോക്കിയേ. ഈ വണ്ടിക്ക് ABS ഒന്നും ഇല്ലാന്ന് കേട്ടോ തോന്നുന്നു. നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ വണ്ടിക്കൊന്നും ABS ഇല്ലാന്ന് തോന്നുന്നു. പാളത്തുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഞാനേ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു വണ്ടി നിർത്തിയ സ്ഥലത്തെ ഒരു പാർക്കിംഗ് ലോട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഈ സ്ഥലം എങ്ങനെയുണ്ട് എന്ന് നിങ്ങളൊന്ന് നോക്ക്. ഇതിപ്പോൾ നമ്മൾ ചൊവ്വാഗ്രഹത്തിലോ അല്ലെങ്കിൽ ചന്ദ്രനിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ എത്തിയ പോലെയാണ് എനിക്കിപ്പോൾ പെട്ടെന്ന് ഫീൽ ചെയ്തത്. നമ്മൾ ഈ ആസ്ട്രോനോട്ട്സൊക്കെ പല സ്ഥലത്ത് പോയി ലാൻഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതേപോലത്തെ സ്ഥലം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു. ഇതെന്തോന്നിട ഇത്? ചില സ്ഥലത്ത് വോൾക്കാനോ മലനിരകൾ, ചില സമയത്ത് മൊത്തം ഗ്രീനറി, ചില സ്ഥലത്ത് ഭയങ്കര സംഭവങ്ങൾ. ഒരു രക്ഷയില്ല കേട്ടോ ഇവിടുത്തെ സംഭവങ്ങൾ. ഇത് എന്താണിത് സംഭവിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഇത്രയും വിചിത്രമായിട്ടുള്ള ഒരു രാജ്യം ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇത്രയും വിചിത്രമായിട്ടുള്ള രാജ്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ യാത്ര ചെയ്തതിൽ കണ്ടിട്ടില്ല. വേറെ ഉണ്ടാവും, പക്ഷേ എന്നാലും ഇത് ഒരു ഇതും ഇല്ലാത്ത സ്ഥലം. അതായത് കിലോമീറ്റർ കണക്കിന് കിടക്കുന്ന റോഡാണ്. ഈ പറഞ്ഞ പോലെ 100 കിലോമീറ്ററൊക്കെ ഒന്നുമില്ലാതെ കിടക്കുന്ന റോഡാണ്. അപ്പോൾ ആ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ആൾക്കാർക്ക് ബോറടിക്കുമല്ലോ. ആൾക്കാർക്ക് ബോറടിക്കുമ്പോഴത്തേക്കിനും വണ്ടി നിർത്താനും മറ്റുമൊക്കെ ആയിട്ട് പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരു കുന്തവും ഇല്ല. നോക്കി എന്തല്ലേ, എന്തൊക്കെ വ്യത്യസ്തമായ കാഴ്ചകളാണ്. ഓ, ആ ഭാഗത്ത് കുറച്ചപ്പുറത്ത് എവിടെയോ കുറച്ച് പച്ചപ്പൊക്കെ കാണാം. പക്ഷേ എന്നാലും ദിസ് ഈസ് സംതിങ് ഡിഫറെൻ്റ് അല്ലേ? അയ്യോ, എനിക്ക് ഉറക്കം വരുന്നേ. ഞാൻ വണ്ടി നിർത്തി കിടന്ന് ഉറങ്ങിയാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. ഞാനിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ തുറന്നു പിടിച്ചാൽ ഓടിക്കുന്നത് ഉറക്കം വന്നിട്ട്. ഉറക്കം വെച്ചാൽ ഉറങ്ങി പോകുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിട്ടിരിക്കണം. അതിനാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻഗേജ്ഡാണ്. അങ്ങനെ ഫൈനലി 120 കിലോമീറ്റർ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഇതൊരു ടൗണൊക്കെ ആയിരിക്കും എന്നൊക്കെ കരുതി വന്നതാണ്. പക്ഷേ ദിസ് ഈസ് നോട്ട് എ ടൗൺ. ഇവിടെ എന്തോ ഒരു ജിയോ തെർമൽ ആക്ടിവിറ്റി നടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടേക്കാണ് വന്നിരിക്കുന്നത്. അയ്യോ, ഇനി എവിടെ ടൗണെത്താന്? അവിടെ മുമ്പിൽ നോക്കൊരു മലയൊക്കെ കയറി പോകുന്നത്. ഇത് മൊത്തം കുന്നും മലയും മാത്രമേ ഉള്ളൂ. ചുട്ട് പൊള്ളി കിടക്കുകയാണ്. ഇപ്പോൾ നല്ല ചൂടുമായി. ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ ആൾക്കാർ പാർക്കിങ്ങിന് വേണ്ടി പാർക്കിംഗ് ടിക്കറ്റ് ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എവിടെ കൊണ്ടാലും പാർക്ക് ചെയ്യണമല്ലോ. ഓരോ തവണ വണ്ടി നിർത്തിയാലും 1000 രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. എന്തോന്നടേ ഇത്, ഒന്നും പറയണ്ട. അവർ പറയുന്നത് ഇതൊരു പ്രൈവറ്റ്ലി ഓൺഡ് ലാൻഡാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ അടയ്ക്കുക. പൈസ അടച്ചില്ലെങ്കിൽ ഫൈൻ വരും കേട്ടോ. എല്ലായിടും ക്യാമറ കൺട്രോൾഡ് ആയിരിക്കും. ക്യാമറ ഫുള്ള് വണ്ടി വരുന്നതും പോകുന്നതൊക്കെ നമ്പർ പ്ലേറ്റ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ 1000 രൂപ അടച്ചില്ലെങ്കിൽ 4000 രൂപയാണ് ഫൈൻ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇവരുടെ പരിപാടി? എങ്ങനെയാണ് ഇവിടെ പാർക്കിംഗ് ഫീ കളക്ട് ചെയ്യാൻ ആരുമില്ല, എൻട്രൻസ് ഫീ കളക്ട് ചെയ്യാൻ ആരുമില്ല, ഒറ്റ മനുഷ്യനില്ല ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ എല്ലാവരും പാർക്കിംഗ് ഫീ കൊടുക്കും. കാരണം അങ്ങനെ ഫൈൻ വരും. അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. ഒറ്റ മനുഷ്യൻ പാർക്കിംഗ് ഫീ കളക്ട് ചെയ്യാനില്ലെങ്കിലും എൻട്രൻസ് ഫീ കൊടുക്കാനില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും എല്ലാവരും കൃത്യമായിട്ട് പൈസ അടച്ചിട്ടേ പോകുള്ളൂ. മറന്നാലേ ഉള്ളൂ ആരെങ്കിലും. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ആക്റ്റീവായിട്ടുള്ള ഒരു ജിയോ തെർമൽ ഏരിയയിലാണ്. ഈ ജിയോ തെർമൽ ഏരിയ നമ്മളിതിനു മുമ്പ് പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഈ വെള്ളം തിളച്ച് മറിയുന്നതും അങ്ങനെയുള്ള പല സംഭവങ്ങളും. ഇവിടെ വരുമ്പോഴത്തേക്കിനും നമുക്കൊരു പ്രത്യേക തരം സൾഫറിൻ്റെ ഒരു മണം കാണാൻ സാധിക്കും. ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതുപോലെയുള്ള ഈ കുഴികളൊക്കെ ചിലത് 1000 മീറ്റർ വരെ താഴ്ചയിലുള്ള കുഴികളുണ്ട് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്നത് ഏകദേശം 200 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഭയങ്കര സംഭവമാണ്. ഇതിൻ്റെ സ്റ്റീം വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ശരിക്കും ഫ്യൂമറോൾ ഗ്യാസ് എന്ന് പറഞ്ഞൊരു ഗ്യാസാണ്. ഈ ഫ്യൂമറോൾ ഗ്യാസിൻ്റെ ഒരു മണമാണ് എനിക്കിവിടെ ഒരു കെമിസ്ട്രി ലാബിലെ മണം പോലെ ഒരു മണം ഇവിടെ കംപ്ലീറ്റ് അടിക്കുന്നത്. ശരിക്കും ഇവിടുത്തെ ഈ ഹോട്ട് സ്പ്രിങ്സ് ധാരാളം ഇതുപോലെയുള്ള ഗ്യാസും സൾഫറും അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ഇവിടെ ഐസ്ലാൻഡിൽ ഈ ഗൺ പൗഡർ ഉണ്ടാക്കുന്നതിന് വേണ്ടി സൾഫർ മൈൻ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എവിടെയാണ് എങ്ങനെയാണ് മൈൻ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പാത്വേയിലൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കിടന്ന് തിളയ്ക്കുന്ന കണ്ട, എൻ്റെ ദൈവമേ, ഇതിങ്ങനെ ചെറുതും വലുതുമായിട്ട് ഇങ്ങനെ മാറി മാറി വരും. എന്താല്ലേ, എന്തോരം മിനറൽസ് ഉണ്ടാവും അല്ലേ ഇതിനകത്ത്. ഭൂമി
ഒരു ഭയങ്കര സംഭവമല്ലേ. ഭൂമി ഇപ്പോഴും ഭൂമിക്കകത്ത് തിളയ്ക്കുന്ന വെള്ളവും തിളയ്ക്കുന്ന ധാതുക്കളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് എന്തൊക്കെയല്ലേ, എന്തൊക്കെ അത്ഭുത കാഴ്ചകളല്ലേ. നോക്ക്, വെള്ളം കിടന്ന് തിളയ്ക്കുന്നു. ഇവിടെ നിന്ന് ഇറങ്ങി നടക്കരുതെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ചൂടാണ്, ആരെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ എവറിത്തിങ് ഈസ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ആൾക്കാർ എന്തൊക്കെയോ എടുത്ത് കുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, തിളച്ച് മറിഞ്ഞ് പൊങ്ങുന്ന കണ്ടില്ലേ, അതേപോലെ കുറേ കഴിയുമ്പോഴത്തേക്കിനും, കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കിനും ഇതും തിളച്ച് മറിഞ്ഞ് ഫൗണ്ടൻ പോലെയൊക്കെ പൊങ്ങും. അവിടെ ആ മലയുടെ മേളിലോട്ടൊക്കെ ആൾക്കാർ നടന്ന് കയറുന്നുണ്ട്. കാണുമ്പോഴത്തേക്കിനും മരുഭൂമി പോലെയൊക്കെ ഉണ്ടല്ലേ. ഇവിടെ ഭയങ്കര തിളക്കലാണല്ലോ. പൊന്നെ, ഇതൊക്കെ ഡേഞ്ചർ ആട്ടോ സത്യം പറയാമല്ലോ. തിളച്ചെങ്ങാനും പൊങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് വീണാൽ പൊള്ളത്തില്ലേ. ഇത്രയും ടെമ്പറേച്ചർ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇതിനകത്ത് എന്തോ തിളച്ച് മറിയുന്നുണ്ട്, എനിക്ക് കാണുന്നില്ല. ശബ്ദം കേൾക്കാം അവിടെ നിന്ന്. പിന്നെ ഏതാണ്ട് അവിടെ കുറേയൊക്കെ ഇതേപോലെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മിക്കവാറും അങ്ങോട്ടൊക്കെ ആകുമ്പോഴത്തേക്കിനും വീണ്ടും തുടങ്ങുമായിരിക്കും കുറേയൊക്കെ. ഈ എന്തല്ലേ സംഭവം, എന്തൊക്കെയല്ലേ സംഭവം. ചൈനീസ് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ചൈനക്കാർ കുറേ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പുകഞ്ഞ് നിൽക്കുന്നുണ്ടോ. ഇതാണ് ഏറ്റവും വലുതായിട്ട് തിളച്ച് മറിയുന്ന സംഭവം. ഇത് ബേസിക്കലി ഹോട്ട് സ്പ്രിംഗ് അല്ല, ഇത് ജിയോ തെർമൽ ആക്ടിവിറ്റി നടക്കുന്നതാണ്. അപ്പോൾ ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നത് വേറെയാണ്. അവിടെ നമുക്ക് കുളിക്കാൻ പറ്റും, അത് ബെയറബിൾ ചൂടേ ഉണ്ടാവുള്ളൂ. ഇത് തിളച്ച് മറിയെന്ന് പറയുമ്പോഴത്തേക്കിനും അവിടെ എത്രത്തോളം ചൂടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ആ ജിയോ തെർമൽ ആക്ടിവിറ്റി നടക്കുന്ന സ്ഥലത്തുനിന്ന് ഞാൻ ഇറങ്ങി. ഇവിടെ നിന്ന് ഈ നിയർ ബൈ ഇവിടെ അതുപോലുള്ള കുറേ സംഭവങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ കാണാനുണ്ട്. ഈ കാണുന്ന മരുഭൂമി പോലെ കിടക്കുന്ന ആ ഒരു മലയുടെ മുകളിലൂടെ ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞ് കിടക്കുന്ന റോഡിലൂടെയാണ് നമുക്കിനി പോകേണ്ടത്. അപ്പുറത്ത് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും എന്തോ ഭയങ്കര വലിയ ലേക്കും കാര്യങ്ങളൊക്കെ കാണാം. 25 ഡിഗ്രി സെൽഷ്യസ് ആയി ഇപ്പോൾ കാലാവസ്ഥ, നല്ല ചൂടായി. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് കണ്ടില്ലേ, അതേപോലത്തെ മറ്റേ ഒരു ഡിഫറെന്റ് കളർ ഓഫ് വെള്ളം കിടക്കുന്ന ഒരു ചെറിയ ലേക്ക്. ഇതൊക്കെ ചൂടുള്ളതായിരിക്കും. ഇവിടെ ഒരു കേവ് ഉണ്ട്. ആ കേവ് എന്ന് പറയുന്നത് പണ്ടൊരു ബാത്തിങ് പ്ലേസ് ആയിരുന്നു, അത് പിന്നെ കേവായി മാറിയതെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിനകത്ത് എന്തോ ഭയങ്കര സംഭവമുണ്ട്. ഗെയിം ഓഫ് ത്രോൺസിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല എങ്ങനെ പരിപാടി എന്നുള്ളത്. നോക്കിയിട്ട് വരട്ടെ. ഇച്ചിരി ഇറങ്ങലൊക്കെ ഇച്ചിരി പാടാണല്ലോ. ഇതാണ് കേവ്, ഇത്ര ഉള്ളു കേവ്. ഇതിനെന്ത് സംഭവം? ഇത് പണ്ടൊരു കുളിസ്ഥലമായിരുന്നു. ഈ വെള്ളം ഇവിടെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. കണ്ടല്ലേ, നൈസ്. ഞാനിപ്പോൾ ഉള്ളത് റൈക്കലിയോ എന്ന് പറയുന്ന, റൈക്കലിയോ തന്നെയാണോ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്നൊന്നും എനിക്കറിയില്ല. റൈക്കലിയോ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഒരു ടൗണെന്ന് പോലും ഇതിനെ പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ്. ഞാനിങ്ങനെ വരുമ്പോഴത്തേക്കിനും അവിടെ താഴെ ഒരു ഇത് കണ്ടില്ലേ, ഒരു പാർക്കിങ്ങും അതേപോലെ തന്നെ പെട്രോൾ പമ്പ്, സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ള ഒരു ഏരിയ കണ്ടില്ലേ. ഞാനൊന്ന് അവിടെ ഒന്ന് നിർത്തിയതാണ്. അവിടെ നിർത്തിയിട്ട് നോക്കിയപ്പോഴത്തേക്കിനും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ലേക്കിന് ചുറ്റും റോഡുണ്ട്. അങ്ങനെ ലേക്കിന് ചുറ്റും വേണമെന്നുണ്ടെങ്കിൽ ലേക്കിന് ചുറ്റും നമുക്കിങ്ങനെ വണ്ടി ഓടിച്ച് കറങ്ങാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലൂടെ നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ഈ കാണുന്ന നാഷണൽ ഹൈവേ ഇവരുടെ 1-ലൂടെ നമുക്കിങ്ങനെ പോകാം. അങ്ങ് ദൂരെ കാണുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ മറ്റേ ലാവ ഒഴുകി വന്ന സ്ഥലങ്ങളാണ്. അതാണ് അപ്പുറത്ത് കാണുന്നത്. ലാവ ഒഴുകി വന്ന സ്ഥലങ്ങളും പച്ചപ്പും ഒക്കെ ആയിട്ട് ഒരു ബ്യൂട്ടിഫുൾ സ്ഥലം അല്ലേ. ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു കുഞ്ഞു ഗ്രാമം. അപ്പുറത്തും എന്തോ വലിയ സൂപ്പർ മാർക്കറ്റ് പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നും. ഈ കാണുന്ന സൂപ്പർ മാർക്കറ്റുകളൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ പോകുന്ന ആളുകളുടെയൊക്കെ പ്രധാന ഭക്ഷണ മാർഗവും ബാക്കിയുള്ള സംഭവങ്ങളും. എല്ലാവരും ഭക്ഷണം ഡയറക്റ്റ് വാങ്ങാതെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നും വാങ്ങിച്ച് കുക്ക് ചെയ്തൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ ഏതൊരു ചെറിയൊരു വില്ലേജ് എടുത്താലും ആ ഒരു വില്ലേജിൽ ഒരു ചെറിയ പള്ളി ഉണ്ടാവും. ഐസ്ലാൻഡിലെ പള്ളികൾക്കെല്ലാം ഈ ഒരു ഷേപ്പാണ്. നമ്മൾ എവിടെ ഏത് സ്ഥലത്ത് പള്ളി കണ്ടാലും മിക്കതും ഈ ഒരു ഷേപ്പിൽ തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. പള്ളിയും പള്ളിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സെമിത്തേരി നമുക്ക് കാണാൻ സാധിക്കും. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അല്ലേ ചേർച്ച്? നല്ലതല്ലേ? ഉറക്കം മാറ്റാനായിട്ടൊരു കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരു കോഫി മെഷീൻ സൂപ്പർ മാർക്കറ്റിൽ കയറി കോഫി. ഇന്ന് വൈകിട്ട് 4 മണി ആയപ്പോഴാണ് എനിക്ക് ഭക്ഷണം കിട്ടുന്നത്.
എൻ്റെ ഞാൻ ഇന്നലെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കപ്പലണ്ടിയും കുക്കുമ്പറും അതും ഇതൊക്കെ കടിച്ച് പറിച്ച് ഇങ്ങനെ സമയം കളയുന്നുണ്ട്, അല്ല വിശപ്പ് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ചെറിയൊരു പാസ്ത, ചിക്കൻ, പിന്നെ കോൺ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു കാപ്പിയും പിന്നെ ഒരു പാസ്തയും എല്ലാം കൂടെ ഏകദേശം ഒരു 1200 രൂപ. സൂപ്പർ മാർക്കറ്റുകളാണ് ഇവിടെ നിന്നാണ് ഫുഡ് അഫോർഡബിൾ ആയിട്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ വേണ്ട കഴിക്കുക തന്നെ ഒരു എത്ര റെസ്റ്റോറൻറ്റ് കാണാണ്ട, റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ല, വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ തന്നെ ഫിഷ് ആൻഡ് ചിപ്സ് ഉണ്ട് ഈ കാണുന്നത്, ആരുമില്ല. അപ്പുറത്ത് സൂപ്പർ മാർക്കറ്റിലാണ് എല്ലാവരും. ഒരു 100 പേര് വന്നാൽ 10 പേരൂടെ കയറും, ഇത്രേ ഉള്ളൂ. അങ്ങനെ സമയം 5 മണിയായി. ഞാൻ എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര തുടങ്ങി. 50 കിലോമീറ്ററാണ് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ളത്. 50 കിലോമീറ്റർ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇവിടെ ഒരു ക്യാമ്പ് സൈറ്റ് കണ്ടായിരുന്നു, വേറെ ഒന്നും കണ്ടില്ല. കാപ്പി വാങ്ങിച്ചത് കുടിച്ചുകൊണ്ടിരിക്കുന്നു. യാ ദാറ്റ്സ് ഇറ്റ്. നേരത്തെ നമ്മൾ കണ്ട ലേക്കില്ലേ, ആ ലേക്കിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാനിവിടെ മനോഹരമായിട്ടുള്ള തള്ളുകൾ കുറേ തള്ള് വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ ഈ കപ്പിനകത്ത് വെച്ച് കേട്ടോണ്ടിരിക്കുകയായിരുന്നു, തള്ള് വീഡിയോസ്. അയ്യോ, ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പം സാധാരണ കേൾക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വീഡിയോസാണ് തള്ളു വീഡിയോസ്. പിന്നെ സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോസ് കാണും. അതാകുമ്പോഴത്തേക്കിനും റിയൽ ആയിട്ടുള്ള അപ്ഡേറ്റ് കിട്ടും, പുതിയ അപ്ഡേറ്റുകൾ കിട്ടും. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇഷ്യൂസിനെ പറ്റി ആളുണ്ടല്ലോ, സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോ കണ്ടാൽ പുള്ളി എല്ലാവരും അരച്ച് ഇളക്കി പറയും. പിന്നെ കുറേ പോഡ്കാസ്റ്റുകൾ കേൾക്കും. പാട്ട് കേൾക്കലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയില്ല. ചില സമയത്തൊക്കെ പാട്ട് കേൾക്കും. ഇപ്പോൾ ഒരാളുടെ തള്ളു ഇൻ്റർവ്യൂ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. എന്ത് ഭംഗിയല്ലേ ശരിക്കും. വിജനതയിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ്. ഇവിടെ വൈൽഡ് ക്യാമ്പിങ് അലൗഡ് ആയിരുന്നെങ്കിൽ ഇവിടെ പൊളിക്കായിരുന്നു. കാരണം ഇവിടുത്തെ ആകെയുള്ളൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് വൈൽഡ് ക്യാമ്പിങ് അലൗഡ് അല്ല. അതായത് നമുക്ക് തോന്നിയെടുത്ത് വണ്ടി പാർക്ക് ചെയ്ത് ക്യാമ്പ് ചെയ്യാനോ കിടന്ന് ഉറങ്ങാനോ പറ്റില്ല. അതൊരു ഡ്രോബാക്കാണ്. ഡ്രോബാക്ക് അല്ല, അത് നമ്മുടെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന കാര്യമാണ്. ക്യാമ്പ് സൈറ്റുകളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടികളിലോ ഒക്കെ മാത്രമേ നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം. അതുകൊണ്ട് നമുക്ക് അങ്ങനെ അത് നിയമപരമായിട്ട് അങ്ങനെ അലൗഡ് അല്ലാത്തതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരെ ക്യാമ്പിങ് ചെയ്യുന്ന കാണാമായിരുന്നു അല്ലേ. ഭയങ്കര രസമാണ് ഇവിടെയൊക്കെ. ഓരോ സ്ഥലത്തോട്ട് പോകുമ്പോഴത്തേക്കിനും ഇങ്ങനെ മാറി മാറി വരുന്നത് അതിമനോഹരമാണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ വോൾക്കാനിക് ഇറപ്ഷൻസ് ആയി കിടക്കുന്ന സ്ഥലങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് വോൾക്കാനോ പൊട്ടിത്തെറിച്ചതൊക്കെ ആയിരിക്കണം. കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. അങ്ങനെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും എന്നാൽ പിന്നെ ഇത്രയും പച്ചപ്പും അതേപോലെ തന്നെ നല്ല കിടില സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കിനും എന്നാൽ പിന്നെ ഒന്ന് ഡ്രോൺ പറത്താമെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും ഒന്ന് ഡ്രോൺ പൊക്കി. ആ വീടൊക്കെ നോക്ക്, എന്ത് ലുക്കല്ലേ. മൗണ്ടൻ വ്യൂ, പിന്നെ അതേപോലെ തന്നെ ലേക്ക് വ്യൂ, എന്താണ് ഗ്രാസ് ലാൻഡ് വ്യൂ. ആകെ കാണുന്ന ഒരു ചെറിയൊരു വീടോ എന്തോ ഒരു സെറ്റപ്പാണത്. ഹോട്ടലൊന്നും അല്ല, എന്തോ വീടോ അങ്ങനത്തെ എന്തോ പരിപാടിയാണ്. എന്ത് ഭംഗിയാണ്. എനിക്ക് തോന്നുന്നു ആ പുറകെ കാണുന്ന മല പണ്ടൊരു വോൾക്കാനോ ആയിരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല അതിനെപ്പറ്റി, കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. അങ്ങ് ദൂരെ പുറകെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മഞ്ഞുമലയും കാണാം. കണ്ടോ, മഞ്ഞുമലയുണ്ട് അവിടെ. ആ മഞ്ഞുമല എന്തൊക്കെയാണോ എന്തൊക്കെയാണോ കാഴ്ചകൾ കാണുന്ന ഒരു ഐഡിയ ഇല്ല. ഭയങ്കര രസമുള്ള സ്ഥലങ്ങളാണ് ഇതല്ലേ, വിജനമായ സ്ഥലങ്ങൾ. ഒരു 19 കിലോമീറ്റർ പോകുമ്പോഴത്തേക്കിനും ചിലപ്പോൾ ഒരു വീട് ഇതേപോലെയൊക്കെ കാണും. ആ വീടാണേലും എന്ത് ഭംഗിയാണ് കാണാൻ. വീണ്ടും ലേക്ക്, വീണ്ടും ഇത് ഈ മലയുടെ മേളല്ല, ലേക്കാണല്ലോ. ആ ലേക്കിന്റെ സൈഡിൽ കൂടെ ആ വഴി ഒരു രക്ഷയില്ല കേട്ടോ, കിടിലം വഴികളാണ്. എന്റെ ദൈവമേ, ഇവിടെ നിർത്താൻ സ്ഥലമില്ല, ഉണ്ടാകുന്ന ഞാൻ കാണിച്ചു തരായിരുന്നു. നിർത്തി. ഇത് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു ഭംഗിയില്ല, പക്ഷെ ഇത് റോഡിലൂടെ വണ്ടി ഓടിച്ചു വരുമ്പോൾ എന്ത് രസമാണെന്നറിയോ ഈ സ്ഥലം. ഇതിപ്പോൾ ഇരുട്ടി തുടങ്ങിയതാണോ? ഇവിടെ ക്ലൗഡിയാ, വെറുതെ അല്ല ഭംഗിയില്ലാത്തത്. എന്ത് രസമാണെന്നറിയോ, പൊളി കേട്ടോ. ഞാനേ യൂറോപ്പിൽ ഇപ്പം ഞാൻ KLTUK ട്രിപ്പിൽ എല്ലാ രാജ്യങ്ങളും കവർ ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ യൂറോപ്പിൽ ഞാൻ കവർ ചെയ്യാനുള്ള രാജ്യങ്ങളെന്ന് പറയുന്നത് ബെലാറൂസ്, ഉക്രൈൻ, സൈപ്രസ്, ഐസ്ലാൻഡും ഇപ്പോൾ നമ്മൾ കവർ ചെയ്തു. ശരിക്കും സ്വിറ്റ്സർലാൻഡിനെക്കാട്ടി പൊളിയ സ്ഥലം. എൻ്റെ പൊന്നെ, എനിക്കവിടെ ദൂരെ ഒരു വെള്ളച്ചാട്ടം കാണാം. അതൊരു 1.5 വെള്ളച്ചാട്ടമാണ് ഗൈസ്.
ഓ മാൻ, ദാറ്റ് ഈസ് അമേസിങ്. അവിടെ നിർത്തിയാൽ നിങ്ങൾക്ക് കാണൂല, ഞാനത് നോക്കട്ടെ. അവിടെ ഡ്രോൺ പറത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രോണിൽ കാണിച്ചു തരാം. ഞാൻ റോഡിൽ നിന്ന് വരുമ്പോഴത്തേക്കിനും എങ്ങനെ ആയിരുന്നു വിഷ്വൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇറ്റ്സ് അമേസിങ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഇനി പോകണം താഴേക്ക്. ഇതൊരു കിടിലൻ വെള്ളച്ചാട്ടം കേട്ടോ. ഗുവാഫോസ് വാട്ടർഫോൾ എന്നാണ് ഇതിൻ്റെ പേര്, ഗുവാഫോസ്. അതായത് ഇത് അയ്യോ ഇത് രക്ഷയില്ലട്ടാ. എൻ്റെ പൊന്നെ, എന്താ ഭംഗി. ഇതാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഇതുണ്ടോ, ഗുവാഫോസ് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. ഒടുക്കത്തെ ഭംഗിയാണ്. അതായത് വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് ആ ബ്രിഡ്ജിൻ്റെ അസ്ഥി വരെ ഇളകി പോയി എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ കണ്ടോ നോക്കി. എൻ്റെ പൊന്നെ, ഇതിങ്ങനെ ഇതിവിടെ അല്ല വെള്ളച്ചാട്ടം അങ്ങേ അറ്റത്താണ്. അതിങ്ങനെ തട്ടായിട്ടാണ് ഇവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടം ഇങ്ങനെ വരുന്നത്, തട്ടായിട്ട് കണ്ടോ. ഇതിങ്ങനെ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സംഭവം വരുന്നത്. ആ എന്താല്ലേ, ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഒരു രക്ഷയില്ല, ഭയങ്കര ഭംഗിയാണ്. എൻ്റെ പൊന്നെ, ഈ വെള്ളച്ചാട്ടം ഒരു രക്ഷയില്ല കേട്ടോ. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നയാഗ്ര വെള്ളച്ചാട്ടം വീഴുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടില്ലേ, ഏകദേശം അതേപോലെയൊക്കെയാണ് ഈ വെള്ളച്ചാട്ടം. നയാഗ്ര വെള്ളച്ചാട്ടം പോലെ തന്നെ ഇരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കിടിലൻ സംഭവം. എന്ത് ലുക്കാണ്. അതായത് ഇതിൻ്റെ അങ്ങോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇതിങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ വെള്ളം വീഴുന്നത് കാണാനായിട്ട് ഒരു രക്ഷയില്ല. ഇതിൻ്റെ അങ്ങേ അറ്റം വരെ നടന്നു പോകാം. എനിക്കിപ്പോൾ സമയമില്ല അത്രയും ദൂരം നടന്നു പോകാനായിട്ട്. പക്ഷേ ഇറ്റ്സ് ഫൺ. ഇത് മൊത്തത്തിലൊന്ന് നടന്ന് ചുറ്റിക്കറങ്ങി കണ്ട് തീർത്ത് വരണമെന്നുണ്ടെങ്കിൽ യു നീഡ് അറ്റ്ലീസ്റ്റ് an hour, 1 മണിക്കൂറെങ്കിലും വേണം. ഇപ്പോൾ ഇത് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് ആ ഒരു രീതിയിൽ നല്ല സെറ്റപ്പായിട്ട് കിടുക്കാച്ചയായിട്ട് ഇങ്ങനെ അതിൻ്റെ താഴേക്ക് ഇറങ്ങാം കേട്ടോ. ഇതിൻ്റെ താഴേക്കൊക്കെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അതിനകത്ത് തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം ഫോൾസ് പിന്നെയുണ്ട്. ഭയങ്കര ഭംഗിയാട്ടോ, ഒരു രക്ഷയില്ല. വെള്ളച്ചാട്ടം ഒരു രക്ഷയില്ലായിരുന്നു. കിടിലൻ എന്ന് പറഞ്ഞാൽ കിക്കിടിലൻ. എന്ത് ഭംഗിയായിരുന്നു ആ വെള്ളച്ചാട്ടം. ഇവിടെ വരുന്ന ഓരോ കാഴ്ചകളും ഓരോ സ്ഥലങ്ങളും അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ്. കിടു ഒന്നും പറയണ്ട, അടിപൊളിയാണ്. സമയം അപ്പോൾ 7 മണിയായി. ഇന്ന് അധികം ദൂരം വണ്ടി ഓടിച്ചിട്ടില്ല. ഇന്നൊരു 500 കിലോമീറ്റർ താഴെ ഓടിച്ചിട്ടുള്ളൂ ഇതുവരെ. ഞാനിപ്പോൾ ഇവിടെ മുമ്പിൽ ഒരു ക്യാമ്പ് സൈറ്റ് ഇങ്ങനെ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് താമസിക്കണം. ഇന്ന് നേരത്തെ കിടന്നുറങ്ങണം. നേരത്തെ അല്ല, ഇന്നലെയൊക്കെ രാത്രി 9 മണിക്കും 10 മണിക്കൊക്കെയാണ് ഞാൻ ക്യാമ്പ് സൈറ്റിലെത്തിയത്. ഇന്ന് ഇച്ചിരി നേരത്തെ എത്തിയാൽ കൊള്ളാം എന്നുണ്ട്. ഇന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ഐസ്ലാൻഡിലെ ആദ്യത്തതും ഏക ടോൾ റോഡുമായിട്ടുള്ള ഏതോ ഒരു ടോൾ റോഡ് ടണലിലേക്ക് കയറിയിരിക്കുകയാണ്. ഈ ഒരു ടണലിന് മാത്രം ടോളുണ്ട്. അത് ആദ്യമേ വണ്ടി എടുത്തപ്പോഴേ പറഞ്ഞായിരുന്നു. ഇതിൽ കയറി കഴിഞ്ഞാൽ ടോൾ അടയ്ക്കുന്ന രീതിയൊക്കെ ഭയങ്കര സ്ട്രേഞ്ചാണ്. അതായത് നമ്മൾ ടോള് ഈ റോഡിൽ കൂടെ പോയിട്ട് 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ടോൾ അടയ്ക്കണം. അത് ലണ്ടനിലും UK അങ്ങനെയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. അത് അടച്ചില്ലെങ്കിൽ ഫൈൻ വരും. അപ്പോൾ അതാണ് സംഭവം. 7.5 കിലോമീറ്റർ നീളമുള്ള ഒരു ടണലാണത്. 7.5 കിലോമീറ്റേഴ്സ്. ആ 7.5 കിലോമീറ്റർ വരുന്ന ടണലിനകത്ത് ഫുള്ള് റേഞ്ച് ഉണ്ടായിരുന്നു. വാവ്, അടിപൊളിയാണല്ലോ. ആ ടണൽ ഇറങ്ങി വരുമ്പോഴത്തേക്കിനും നമുക്കിത് അങ്ങ് ദൂരെ കാണുന്ന ഒരു ടൗണാണ് അക്യുറേറി എന്ന് പറയുന്നത്. അവിടെ ഒരു ചെറിയ കപ്പലൊക്കെ കിടപ്പുണ്ട് കേട്ടാ. അവിടെയാണ് നമ്മളിന്ന് താമസിക്കാൻ പോകുന്നത്. അക്യുറേറി, ഇരുട്ടി എന്ന് പറഞ്ഞാൽ ക്ലൗഡി. അങ്ങനെ ഞാനൊരു ക്യാമ്പ് സൈറ്റ് കണ്ടുപിടിച്ച് വന്നു. ഇത് സിറ്റിയിൽ നിന്ന് ഒരു 4-5 കിലോമീറ്റർ മാറിയുള്ളൊരു ക്യാമ്പ് സൈറ്റാണ്. തന്നെ ഇവിടെ ടെൻ്റൊക്കെ താമസിച്ച ആൾക്കാർ താമസിക്കുന്നു. ക്യാമ്പർ വാൻ കൊണ്ടിട്ട് കിടക്കുന്നു. അങ്ങനെ പല രീതിയിൽ ആളുകൾ വന്ന് കിടക്കുന്നുണ്ട്. വണ്ടി പാർക്ക് ചെയ്ത് കിടക്കും. അങ്ങനെ പല രീതിയിൽ പീപ്പിൾ വിൽ കം ആൻഡ് സ്റ്റേ ഹിയർ. അപ്പോൾ നമുക്കും എവിടെ പോയി പാർക്ക് ചെയ്യാം. 2,900 ക്രോണയാണ് ഇതിൻ്റെ റേറ്റ്. ഇവിടെ പല ഫെസിലിറ്റീസ് ഉണ്ട്, വൈഫൈ ഉണ്ട്. പിന്നെ ഇത് എന്ത് ബിഗാണല്ലോ, ദിസ് ഈസ് റിയലി ബിഗ്. ഇത് ഭയങ്കര വലുത് കേട്ടോ. അങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് വന്ന്, ഇത് ഒരു അടിപൊളി സ്ഥലം കേട്ടോ. ഇത് ഒരു ഗോൾഫ് കോഴ്സ് പോലത്തെ ഒരു സ്ഥലം. ഇങ്ങനെ
ചുറ്റിനും അതിനിടയ്ക്ക് കുറേ നടുക്ക് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയുള്ള സംഭവം. ഇവിടെ കുളിക്കാൻ വേറെ പൈസ കൊടുക്കണ്ട. ഞാനൊന്ന് പോയി കുളിച്ച് ഫ്രഷായിട്ട് വന്ന് നല്ല ടയർഡായിരുന്നു. ഈ ഒരു സ്ഥലം ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കാം. നാളെ നമ്മൾ ഈ ഒരു റോഡ് ട്രിപ്പ് അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ച് റൈക്കാവിക്കിലേക്ക് പോവാണ്. അങ്ങനെയല്ല, ഇവിടെ നിന്ന് 500 കിലോമീറ്റർ ഉണ്ട്. നാളെ ഒരു എപ്പിസോഡും കൂടെ ഉണ്ടാവും റോഡ് ട്രിപ്പ് അവസാനിപ്പിച്ച് പോകാനായിട്ട്. സോ നാളത്തെ വീഡിയോ ഐ സ്റ്റാർട്ട് ഫ്രം ദിസ് പ്ലേസ് ഹോപ്പ്ഫുള്ളി. സമയം രാത്രി 11 മണി. ഞാനിപ്പോൾ ഉള്ളത് എന്തൊരു സ്ഥലത്തെ പേര് അതെന്തോ ഓക്കർ വെക്കോ ഏതൊരു സ്ഥലത്താണ് ഗൈസ്. ആ സ്ഥലത്ത് നിന്ന് ഇനി നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള റൈക്കാവിക്കിലേക്ക് പോകണം. അപ്പോൾ രാത്രി 11 മണിയായി. ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഒരു ക്യാമ്പ് സൈറ്റിലാണ്. ഓൾമോസ്റ്റ് എല്ലാവരും ഉറക്കമായെന്ന് തോന്നുന്നു. ഈ വണ്ടിയൊക്കെ ഇത് എൻ്റെ പോലത്തെ സെയിം വണ്ടിയാണല്ലോ. ആണല്ലോ. ഓക്കെ, ഇവരൊക്കെ ഉറക്കമാണ്. ഇവർ വന്ന് ഉറക്കമാണ്. അപ്പുറത്ത് കുറേ ആൾക്കാർ ഉറക്കമാണ്. അങ്ങനെ പലരും ഉറക്കമാണ്. അതുകൊണ്ട് ഇവരൊക്കെ ഉറങ്ങി. ഇവിടെ കുറച്ച് ആൾക്കാർ ടെൻറ്റിൽ കിടപ്പുണ്ട്. പിന്നെ ചില ആൾക്കാർ ഇപ്പോൾ വന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും ഇത് രാത്രി 11 മണി തന്നെയാണോ എന്ന്. ഇത് രാത്രി 11 മണി തന്നെയാണെന്ന് ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങളെ തെളിയിക്കുന്നത്. ലെറ്റ് മീ സീ ഹൗ ക്യാൻ ഐ പ്രൂവ് ഇറ്റ്. രാത്രി 11 മണിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി നോക്കുക. ന്യൂഡൽഹി 4:24 AM കണ്ടോ. 10:54 PM കണ്ടോ. യെസ്, 10:54 PM. 10:54 PM ആണ് ഗൈസ്. അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവാണ്. ഉറങ്ങിയിട്ട് ബാക്കി നാളെ രാവിലെ. അയ്യോ, ഇവിടെ ഇച്ചിരി തണുപ്പ് കുറവുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ടീഷർട്ടൊക്കെ ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്. സോ ലെറ്റ് മീ സ്ലീപ്പ് യുവർ ജേർണി അവർ വീൽസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ശരിക്കും ഒരു വണ്ടിയിൽ ഇങ്ങനെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ 4ാമത്തെ 5ാമത്തെ രാത്രി എങ്ങാണ്ട ഈ വണ്ടിയിൽ. സെറ്റപ്പാണ് എന്തായാലും. ഇപ്പം നോക്കി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. എൻ്റെ കുറച്ച് സാധനങ്ങൾ, പിന്നെ ഡ്രോണ്, പിന്നെ തുണി, പിന്നെ രാത്രി ഉറക്കം എന്നൊക്കെ പറഞ്ഞാൽ ഇതിങ്ങനെയാണ്. ഇതിപ്പോൾ അടച്ചിട്ടിട്ടേ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അല്ലാണ്ടിപ്പോൾ ഇന്നിച്ചിരി തണുപ്പ് കുറവുണ്ട്. അതുകൊണ്ട് സ്ലീപ്പിംഗ് ബാഗ് കയറണം. ഇല്ലാന്നുണ്ടെങ്കിൽ സ്ലീപ്പിംഗ് ബാഗ് കയറണം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് അടച്ചിട്ടാലും ഇതിനകത്ത് വെളിച്ചമുണ്ട്. കണ്ടില്ലേ, അവിടെ ഇവിടുന്നൊക്കെ വെളിച്ചം കയറും. രാത്രി 12 മണിയായി ഗൈസ്. കിടന്നുറങ്ങിയല്ലേ പറ്റുള്ളൂ, വേറെ വഴിയില്ലല്ലോ. അപ്പോൾ ലെറ്റ് മീ സ്ലീപ്പ്. വി വിൽ സീ ഗൈസ് ടുമോറോ. നാളെ നമുക്ക് റൈക്കാവിക്ക് പോകണം. നമ്മുടെ നാളെ ഇന്ന് എൻ്റെ ലാസ്റ്റ് നൈറ്റ് അല്ല, നാളെയാണ് എൻ്റെ ലാസ്റ്റ് നൈറ്റ് ഇൻ ഐസ്ലാൻഡ്.